വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഇമെയിൽ റൈറ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഇമെയിൽ എന്താണെന്നൊന്ന് നോക്കാം. വാട്ട് ഈസ് ആൻ ഇമെയിൽ? ഇമെയിൽ മീനിങ് ഇലക്ട്രോണിക് മെയിൽ. എ വേ ടു സെൻഡ് മെസ്സേജസ് ഇലക്ട്രോണിക്കലി ത്രൂ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഇലക്ട്രോണിക്കലി മെസ്സേജ് അയക്കാൻ യൂസ് ചെയ്യുന്ന ഒരു വഴിയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇമെയിൽ റൈറ്റിങ്ങിൻ്റെ ഫോർമാറ്റ് അടുത്തത് നോക്കാം. ആദ്യമേ തന്നെ നമ്മളൊരു ബോക്സ് വരച്ചിട്ടാണ് ഇമെയിൽ എഴുതേണ്ടത്. അപ്പോൾ ഒരു ഫ്രഷ് പേജ് എടുത്തിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിനതിൻ്റേതായിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടാവും ആ ആൻസർ വായിക്കുമ്പോൾ. അപ്പോൾ ആദ്യമേ തന്നെ ബോക്സ് വരച്ചു. ടൈറ്റിൽ കൊടുക്കണം. ഇമെയിൽ എന്നൊരു ടൈറ്റിൽ കൊടുക്കുക, ബോക്സ് വരയ്ക്കുക. അതിൻ്റെ ബോക്സിൻ്റെ അകത്ത് ചെറിയൊരു ബോക്സ് കൂടി വരയ്ക്കണം. ടു എന്ന് എഴുതിയിട്ട് ടു അഡ്രസ്സ് എഴുതാനുള്ളൊരു ബോക്സാണത്. അതായത് റെസിപ്പിയൻസ് ഐ ഡി, ആർക്കാണോ ഇമെയിൽ ചെല്ലേണ്ടത് അയാൾക്ക് ഉള്ളൊരു എന്താ പറയുക ബോക്സാണിത്. അയാളുടെ ഇമെയിൽ അഡ്രസ്സ് എഴുതേണ്ട ബോക്സാണ് ഇത്. റെസിപ്പിയൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് നോക്കുക ആർക്കാണ് ഇത് അയക്കേണ്ടതെന്ന്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. APJ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്പീച്ച് കേട്ട് ഇൻസ്പയർഡായി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് അയക്കുന്ന ഒരു ഇമെയിൽ. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടാണ് അവിടെ റെസിപ്പിയൻ്റ്. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ തെറ്റിച്ച് അവിടെ APJ അബ്ദുൽ കലാം എന്നൊക്കെ എഴുതും. അതൊന്നും ശ്രദ്ധിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണത്. അപ്പോൾ ശ്രദ്ധിച്ച് ആരാണ് റിസീവർ എന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, മിക്കവാറും നമ്മുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗസ്റ്റിന് ഇൻവൈറ്റ് ചെയ്യുന്ന ആ ഗസ്റ്റോ അവരൊക്കെ ആയിരിക്കും ഈ ഒരു റിസീവറിൻ്റെ കാറ്റഗറിയിൽ വരിക. അപ്പോൾ ഇത് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ CC എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ കോപ്പി എന്നാണ് മീനിങ്. ആ ഒരു ബോക്സ് എഴുതണം, പക്ഷേ ആ ഒരു ബോക്സ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടാൽ മതി. അത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യം ഇല്ല, പക്ഷെ നിങ്ങളത് എഴുതണം. അപ്പോൾ ഈ കാർബൺ കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൽ അയക്കുമ്പോൾ, നിങ്ങൾ ഇമെയിൽ അയക്കാറുള്ളവരാണ് അല്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്കറിയാം. കാർബൺ കോപ്പി മീനിങ് നിങ്ങൾ ഇമെയിൽ റിസീവർ കൂടാതെ വേറെ ആർക്കെങ്കിലും, അതായത് നമ്മൾ ആദ്യം അയക്കുന്ന പ്രൈമറി റിസീവർ അല്ലാതെ വേറെ ആരെങ്കിലും ഇതിൻ്റെ കോപ്പി വേറെ ആർക്കെങ്കിലും നമ്മളിത് അയക്കുന്നുണ്ട്, ഈ ഇമെയിൽ അയക്കുന്നുണ്ട് എന്നാണെങ്കിൽ അവരുടെയൊക്കെ മെയിൽ ID എഴുതേണ്ടതാണ് കാർബൺ കോപ്പി എന്നുള്ള സ്ഥലത്ത്. അടുത്തത് ബ്ലൈൻഡ് കാർബൺ കോപ്പി. ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ അടുത്ത ബോക്സിൽ നമ്മൾ എഴുതേണ്ടതാണ് BCC എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. BCC എന്ന് എഴുതിയാൽ മതി. എന്ന് വെച്ചാൽ BCCയിൽ നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ അഡ്രസ്സ് നമ്മുടെ പ്രൈമറി റെസിപ്പിയൻ്റ് ആർക്കാണോ മെസ്സേജ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് അവരൊന്നും ഇത് കാണില്ല. BCC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്നുള്ളത് വേറെ ആർക്കും കാണാൻ പറ്റില്ല. ഓക്കെ, അതാണ് ബ്ലൈൻഡ് കാർബൺ കോപ്പിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ കാർബൺ കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേർക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ കാർബൺ കോപ്പിയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് മെസ്സേജസ് അത് പോയിക്കോളും. സെയിം ഡോക്യുമെൻ്റ് തന്നെ പല ആളുകൾക്ക് പോയിക്കോളും. അപ്പോൾ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്കും കൂടെ പോവും, പക്ഷേ നമ്മൾ ആദ്യം കൊടുത്തേക്കുന്ന റെസിപ്പിയൻസ് ഒന്നും ഇത് അറിയില്ല എന്നുള്ളതാണ്. അത് നമുക്ക് ആവശ്യമേ ഇല്ല. ഞാൻ ജസ്റ്റ് അഡീഷണൽ ഇൻഫർമേഷൻ എന്നുള്ളതിന് പറഞ്ഞെന്നുള്ളൂ. നെക്സ്റ്റ് വൺ നോക്കാം. സബ്ജക്റ്റ് എന്നുള്ളൊരു ബോക്സിൽ നമ്മൾ എന്താണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കോണ്ടൻറ്റ് മെയിനായിട്ട് എന്തായിരിക്കും, അതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിൽ നമ്മളത് ഒന്ന് സമപ്പ് ചെയ്ത് എഴുതണം. അതാണ് ഈ സബ്ജക്റ്റിൽ വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ സല്യൂട്ടേഷനാണ്. നമ്മളത് ആർക്കാണോ അയക്കുന്നത് അവരുടെ ഡിയർ /സർ എന്ന് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഡിയർ എന്ന് കൊടുക്കാം, ഓർ സർ, റെസ്പെക്റ്റഡ് മാഡം എന്ന് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. ആർക്കാണോ അയക്കേണ്ടത് അത് നോക്കിയിട്ട് നമ്മളത് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാറ്റർ എഴുതേണ്ട ആ ഒരു ഏരിയ. അവിടെ മാറ്ററിൻ്റെ മുന്നേ നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. എന്തിനാണ് ഈ ഇമെയിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ കാര്യം എന്താണ്, നമ്മുടെ മാറ്റർ എന്താണെന്ന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൺക്ലൂഷൻ കൊടുക്കുക. അപ്പോൾ ഇൻട്രൊഡക്ഷൻ, പിന്നെ ബോഡി പാർട്ട്, ദെൻ കൺക്ലൂഷൻ. ഈ ഒരു ഓർഡറിലാണ് ഇത് വരിക. അതിനുശേഷം ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ ഏർണസ്റ്റ് റെസ്പോൺസ്.
അല്ലെങ്കിൽ വേറെ രീതിയിൽ കൊടുക്കാം, ഐ ലുക്ക് ഫോർവേഡ് ഹിയറിങ് ഫ്രം യു സൂൺ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ളത് ഏതാണോ അത് പഠിച്ചിട്ട് പോവാം. അതിന് താഴെ റിഗാർഡ്സ്, അത് കഴിഞ്ഞിട്ട് സെൻറ്റേഴ്സ് നെയിം, നമ്മുടെ സെൻറ്ററിൻ്റെ പേര്, അത് കഴിഞ്ഞിട്ട് സെൻറ്ററിൻ്റെ മെയിൽ ഐ ഡി കൊടുക്കുന്ന പല രീതിയിൽ പഠിക്കാം നമുക്ക് ഈ ഫോർമാറ്റ്. പക്ഷേ ബേസിക്കായിട്ട് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇത് നല്ലൊരു ഫോർമാറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് +2 ഇംഗ്ലീഷിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് വർഷം ചോദിച്ച, അതായത് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഇമെയിലിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ +1 മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ഏത് സിലബസിനാണെങ്കിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ. CBSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഫോർമാറ്റ് തന്നെയാണിത്. അപ്പോൾ അത് നിങ്ങൾ ടെൻഷൻ ആവുന്നു വേണ്ട. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രാഫ്റ്റ് ആൻ ഇമെയിൽ ഇൻവൈറ്റിംഗ് രത്ന ടു ഇനോഗ്രേറ്റ് സൗഹൃദ ക്ലബ് ഇൻ യുവർ സ്കൂൾ. ഇവിടെ രത്ന എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഹൊഴഗല്ലു എന്ന് പറയുന്നൊരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രത്ന എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇനോഗ്രേഷന് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഇൻവിറ്റേഷനാണ് നിങ്ങൾ ഇമെയിലിലൂടെ അയക്കുന്നത്. നിങ്ങളുടെ സ്കൂളിലെ സൗഹൃദ ക്ലബിൻ്റെ ഇനോഗ്രേഷന് ഗസ്റ്റായിട്ടാണ് സുധാമൂർത്തി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നത്. അപ്പോൾ അവർക്ക് അയക്കുന്ന ഒരു ഇമെയിൽ, ഇൻവിറ്റേഷൻ ഉള്ളൊരു ഇമെയിൽ എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മുടെ ആദ്യം ഡിസ്കസ് ചെയ്ത സെയിം ഫോർമാറ്റിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ടു sudhamurthy@gmail.com. നമ്മളൊരു ഇമെയിൽ ഐ ഡി ചുമ്മാ അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ താഴെ CC, പക്ഷെ അത് ബ്ലാങ്ക് ആയിട്ടിട്ടേക്കാണ്. അതിൻ്റെ താഴെ BCC, അതും ബ്ലാങ്ക് ആയിട്ടിട്ടു. അതിൻ്റെ താഴെ സബ്ജക്റ്റ് നോക്കിക്കേ, ഇൻവിറ്റേഷൻ ടു ഇനോഗ്രേറ്റ് സൗഹൃദ ക്ലബ് അറ്റ്. അവിടെ നമ്മുടെ സ്കൂളിൻ്റെ പേര് ഇഷ്ടമുള്ളത് എഴുതാം. ഓക്കെ, അതാണ് ആദ്യത്തെ 4 ബോക്സസ്. അതങ്ങനെ തന്നെ ബോക്സിൻ്റെ ഉള്ളിൽ ബോക്സ് വരച്ച് തന്നെ എഴുതണം. നെക്സ്റ്റ് വൺ നോക്കിക്കേ, സല്യൂട്ടേഷൻ ഡിയർ സുധാമൂർത്തി, പിന്നെ നോക്കാം ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് കേട്ടോ. ശ്രദ്ധിക്കുക, ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് അതിൽ വരുന്നത്. We are writing to extend a warm invitation to you to inaugurate the സൗഹൃദ ക്ലബ് അറ്റ്. അവിടെ സ്കൂളിൻ്റെ പേര് എഴുതാം. അപ്പോൾ എന്താണ്, ഒരു വാം ഇൻവിറ്റേഷൻ ആണ് ഇവിടെ അയക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്. എന്തിനാണ് ഇൻവിറ്റേഷൻ? ടു ഇനോഗ്രേറ്റ് സൗഹൃദ ക്ലബ്. സൗഹൃദ ക്ലബ്, നമ്മുടെ സ്കൂളിലെ സൗഹൃദ ക്ലബ് ഇനോഗ്രേറ്റ് ചെയ്യാനുള്ളൊരു ഇൻവിറ്റേഷനാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഇമെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് എഴുതുന്നതാണ് നല്ലത്. അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് കാരണം, ഇത് എഴുതുന്ന എന്തിനാണ് എന്നുള്ളത് പറയുവാണെങ്കിൽ അവർ കൂടുതൽ ഡീറ്റെയിൽസ് വായിക്കുന്നതിനേക്കാളും ആ ഒരു മെയിൻ കാര്യം മനസ്സിലാവും നമുക്ക്, അല്ലേ? അപ്പോൾ ഇതൊരു ഇൻവിറ്റേഷൻ ആണെന്നുള്ളത് അവർക്ക് ആദ്യമേ തന്നെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഐഡിയയും കൂടി കിട്ടാനാണ് നമ്മൾ ഈ സബ്ജക്റ്റും എഴുതുന്നത് കേട്ടോ. എന്താണ് ഇതിലെ കോണ്ടൻറ്റ്? ഒരുപാട് മെയിൽസ് വരും. അപ്പോൾ അതിൽ എന്താണ് കാര്യമെന്ന് സബ്ജക്റ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൽസ് അവർക്ക് ആദ്യം വായിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സബ്ജക്റ്റ് ആദ്യം കൊടുക്കുന്നത്. സബ്ജക്റ്റ് ഷോർട്ടസ്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ, യുവർ റിമാർക്കബിൾ ജേർണി ആസ് എ റൈറ്റർ, എഡ്യൂക്കേറ്റർ ആൻഡ് എ ഫിലാൻത്രോപ്പിസ്റ്റ് ഹാസ് ഇൻസ്പയർഡ് കൗണ്ട്ലെസ് ഇൻഡിവിജ്വൽസ് ഇൻക്ലൂഡിങ് അവർ സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ്സ്. എന്നിട്ട് അവരെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുവാണ്. അവരാരാണ്? അവരൊരു റൈറ്റർ ആണെന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ എഡ്യൂക്കേറ്റർ ആണെന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഫിലാൻത്രോപ്പിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്, അതിപ്പോൾ മറ്റുള്ളവർക്കിടെ നല്ലതിന് വേണ്ടിയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നവരുണ്ടല്ലോ, യെസ്, അവരെയാണ്, അതായത് പബ്ലിക്കിൻ്റെ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്നവരെയാണ് ഈ ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ അവരവരുടെ ടൈം, ടാലൻറ്റ്, മണി, സ്കിൽസൊക്കെ മറ്റുള്ളവർക്കിടെ ബെനിഫിറ്റ്സിനും കൂടി വേണ്ടി യൂസ് ചെയ്യുന്നവരെയാണ് ഈ ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സുധാമൂർത്തി അങ്ങനെ ഒരു ആളാണ്. അപ്പോൾ അത് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ടുള്ള നമ്മുടെ മാറ്ററിലേക്ക് കിടക്കുകയാണ്. ദ സൗഹൃദ ക്ലബ് ഇസ് ഡെഡിക്കേറ്റഡ് ടു ഫോസ്റ്ററിങ് എ കൾച്ചർ ഓഫ് എംപതി, കമ്പാഷൻ ആൻഡ് ഹാർമണി. നമ്മുടെ സ്കൂളിലെ സൗഹൃദ ക്ലബിനെ പറ്റിയാണ് പറയുന്നത്. ഇത് ഒരു കൾച്ചർ ഓഫ് എംപതി, കമ്പാഷൻ, ഹാർമണി ഇതെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അവർ എയിം ഇസ് ടു എക്സ്റ്റെൻഡ് എ ഹാൻഡ് ഓഫ് ഹെൽപ്പ് ടു മെനി ഇൻ ഡിസ്ട്രെസ്. ഞങ്ങളുടെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടൊരു സപ്പോർട്ട് എന്നുള്ളതാണ്. യുവർ പ്രസൻസ് വുഡ് ബി എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ഫോർ സ്റ്റുഡൻസ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതൊരു നല്ലൊരു ഇൻസ്പിറേഷൻ ആയിക്കോളും.
മോട്ടിവേറ്റിംഗ് ദം ടു എംബ്രേസ് ദ വാല്യൂസ് ഓഫ് സൗഹൃദ. അവർക്കതൊരു മോട്ടിവേഷൻ ആവും. അതായത് സൗഹൃദയിൽ ഉള്ള വാല്യൂസൊക്കെ എന്താ പറയുക, എംബ്രേസ് ചെയ്യാനുള്ള, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ തന്നെയാണ് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് കടക്കാണ് കേട്ടോ. നോക്കിക്കേ, ദ ഇനോഗ്രേഷൻ സെറിമണി ഈസ് ഷെഡ്യൂൾഡ് ഫോർ. ഇനോഗ്രേഷൻ സെറിമണി എന്നാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് എന്നുള്ള ഡേറ്റും ടൈമും വെന്യൂവും നിങ്ങൾ എഴുതണം. അല്ലാതെ ചുമ്മാ നമ്മൾ ഇൻവിറ്റേഷൻ കാർഡ് മാത്രം ആയിട്ട് ഇത് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ അവരോട് ഡീറ്റെയിൽസ് പറയണം. എന്നാണ് ഇവരുടെ പ്രസൻസ് നമുക്ക് വേണ്ടത്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അത് മറക്കുകയാണെങ്കിൽ എല്ലാം പോയി. അപ്പോൾ നമ്മൾ ആ കാര്യം ഓർക്കുക കേട്ടോ. അപ്പോൾ ഡേറ്റ് വേണം, ടൈം വേണം. ഇതെവിടെയാണ് സ്ഥലം? അറ്റ് അവർ സ്കൂൾ പ്രിമിസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സ്കൂളിലാണ് ഈ കാര്യം നടക്കുന്നത്. അല്ല ഇതിപ്പോൾ വേറെ എവിടെയെങ്കിലും ഇപ്പം നമുക്ക് വെന്യൂ എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള പോലെ അവിടെ തന്നേക്കുന്ന പോലെയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ദെൻ we would deeply honored if you could join us and share your insights, igniting the spark of Sauhrada in our students' hearts. അപ്പോൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുവാണ്, നിങ്ങളുടെ ഐഡിയാസൊക്കെ ഞങ്ങളോട് പറയുകയും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്നുള്ള ആ ഒരു ഇതിലാണ് ഇവരിത് കൺക്ലൂഡ് ചെയ്തേക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇതാണ് ഒരു കോൺടെക്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ. ഇതാണ് നമ്മൾ അടുത്ത സെറ്റായിട്ട് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ സെറ്റ് നിങ്ങൾക്കറിയാം, ടു അഡ്രസ് CC/BCC സബ്ജക്റ്റ്. അടുത്ത സെറ്റിൽ സല്യൂട്ടേഷൻ, ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ. കൺക്ലൂഷൻ കൊണ്ട് തീരുന്നില്ല, നെക്സ്റ്റ് കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അതായത് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അതാണ് ഞാൻ കണ്ടിന്യൂഷൻ കൊടുത്തിരിക്കുന്നത്. ആ പേജിൽ അത് ഫിറ്റ് ആയില്ല, അതുകൊണ്ട് നെക്സ്റ്റ് പേജിൽ കൊടുത്തുന്നുള്ളൂ. അടുത്ത് നോക്കാം. പ്ലീസ് ലെറ്റ് us know if you are available and we will ensure you a warm welcome. ഞങ്ങളോടൊന്ന് പറയുക, നിങ്ങളവിടെ അവൈലബിൾ ആയിരിക്കുമോ, ആ ടൈമിൽ അവൈലബിൾ ആണോ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടേക്ക് നിങ്ങളെ ക്ഷണിക്കും. അതായത് ഒരു വാം വെൽക്കം തന്നെ ഞങ്ങൾക്ക് തരാൻ പറ്റും എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവർ അവൈലബിൾ ആണോ എന്നുള്ളത് റിപ്ലൈ ഇടണം അല്ലേ? ഈ മെസ്സേജ് വായിച്ചിട്ട് അവർ റിപ്ലൈ ഇടണം. അപ്പോൾ അതിനാണ് നെക്സ്റ്റ് ഒരു പോയിൻറ്റും കൂടിയുണ്ട്. അതായത് ഐ ലുക്ക് ഫോർവേഡ് ഹിയറിങ് ഫ്രം യു സൂൺ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്ത് പറഞ്ഞ പോലെ, അത് ഞാൻ എഴുതാൻ വിട്ടുപോയി, ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ ഏർണസ്റ്റ് റെസ്പോൺസ്. അത് ആ ഒരു വരിയും കൂടെ കൊടുക്കാം. അതിൻ്റെ താഴെ താങ്ക് യു ഫോർ കൺസിഡറിങ് അവർ ഇൻവിറ്റേഷൻ. നമ്മൾ താങ്ക് യു പറയാണ്. അതിൻ്റെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് അടുത്ത് ബെസ്റ്റ് റിഗാർഡ്സ്, നമ്മുടെ പേരെഴുതണം, സ്കൂളിൻ്റെ പേരെഴുതണം, നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷനും കൂടെ അവിടെ എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് അത് നെയിമും സ്കൂൾ നെയിമൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് എഴുതാം. ഓക്കെ, കോൺടാക്റ്റ് ഇൻഫർമേഷൻ, സെൽ നമ്പർ, കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID ഒക്കെ അവിടെ കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് ഒരു ഇമെയിലിൻ്റെ ഒരു മോഡൽ ഫോർമാറ്റ്. നമ്മൾ കണ്ടു, ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അതിന് ആൻസർ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. 1-2 തവണ വായിക്കുമ്പോൾ ഇത് ഐഡിയ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കോളും. ആ ഒരു ബോക്സിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വൺ, ഹൗ ടു ഗെറ്റ് 6 മാർക്സ് ഓർ ഫുൾ മാർക്സ്. ഈ ഒരു ഇമെയിലിൽ എങ്ങനെയാണ് മാർക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആ ഒരു ഫോർമാറ്റിന് 2 മാർക്സ് കിട്ടും. നമ്മൾ ആ ഒരു ബോക്സൊക്കെ വരച്ച് ആ ഒരു ടൈറ്റിലൊക്കെ കൊടുത്ത് ആ ഒരു ഓർഡറിൽ കാര്യങ്ങൾ എഴുതണം. ആ ഒരു ഫോർമാറ്റിന് തന്നെ നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടുകയാണ്. ക്രിയേറ്റീവ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഐഡിയാസ്. പിന്നെ ഈ ഒരു ഐഡിയാസ് നിങ്ങൾ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല ക്രിയേറ്റീവായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിന് 2 മാർക്സ് കിട്ടാണ്. നിങ്ങൾക്കറിയാം, ഒരു ചോദ്യം കാണുമ്പോൾ എങ്ങനെ അത് ഭംഗിയാക്കാൻ നോക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കുറച്ച് സെക്കൻഡ്സ് എടുത്ത് അതൊന്ന് പ്ലാൻ ചെയ്യാം. എന്നിട്ട് നിങ്ങളത് എഴുതി നോക്കുക. അല്ലാതെ നമ്മളൊന്ന് പ്ലാൻ ചെയ്യാതെ ഒറ്റ എഴുത്തങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ആ ഒരു ഓർഗനൈസേഷൻ കറക്റ്റ് ആവണമെന്നില്ല. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്നൊരു 5 to 10 സെക്കൻഡ്സ് എടുത്ത് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടൊന്ന് എഴുതി നോക്കിക്കേ, അത് നല്ല നീറ്റായിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൻസറിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെട്ടും കുത്തൊന്നും വരില്ല. അപ്പോൾ അതിന് കുറച്ചുകൂടി ഭംഗി വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാർക്സും കിട്ടും എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പാരഗ്രാഫ് ഡിവിഷൻ മൈൻഡ് ചെയ്യണം നിങ്ങൾ. അപ്പോൾ ഞാനത് സ്പേസ് ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട്, കറക്റ്റായിട്ട് നിങ്ങളത് നോക്കാം. പിന്നെ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ലാംഗ്വേജിന് 2 മാർക്സാണ്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് നോക്കും അവർ, ഗ്രാമർ നോക്കും അവർ. അതേപോലെ നിങ്ങൾ യൂസ് ചെയ്തേക്കുന്ന നിങ്ങളുടെ ചോയ്സ് ഓഫ് വേർഡ്സ്, നിങ്ങൾ ഏത് വേർഡ്സാണ് ഒരു
ക്വാളിറ്റി ഉള്ളൊരു ലെറ്റർ ആയിരിക്കണം, ഒരു ഇമെയിൽ ആയിരിക്കണം നമ്മുടെ. കാരണം ഒരു ഗസ്റ്റിന് അയക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് അല്ല, അതൊരു ഫോർമൽ സ്റ്റൈലിൽ വരണം എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് വേർഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ, ഇതൊക്കെ നോക്കും. ഇതൊക്കെയാണ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ലാംഗ്വേജിൽ വരുന്നത്. അതിനും നിങ്ങൾക്ക് 2 മാർക്സ് ആണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് 6 മാർക്സ് കിട്ടുന്നത്. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഒന്ന് എഴുതി നോക്കിക്കേ. ഷുവർ ആയിട്ടും ഇമെയിലിൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇമെയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്നത്തെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇമെയിലിന് നല്ലൊരു റോളുണ്ട്. അതുകൊണ്ട് ഇത് എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലും ആവശ്യമാണ്. ഓക്കെ, താങ്ക് യു.